നമ്മുടെ മിക്ക വീഡിയോസിൻ്റെ താഴെ ഒരു ചോദ്യം വരാറുള്ളത് ഞാൻ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ ഇൻഷോട്ട് ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. പ്രീമിയം ഒന്നും എടുത്തിട്ടില്ല, നോർമലി പതുക്കെ ആഡൊക്കെ കണ്ടിരുന്നാണ് ചെയ്യാറ്. പിന്നെ വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീഡിയോയുടെ ഉള്ളിൽ എഴുതി കൊടുക്കുന്ന ക്യാപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ലെറ്റ്സ് ഡൂ ദിസ് എന്ന് എഴുതിയേക്കുന്ന പോലെ അങ്ങനത്തെ ക്യാപ്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാൻ ചെയ്യാറുള്ളത് പോലെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഇൻഷോട്ടിൽ ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം പിൻട്രസ്റ്റിലോ ക്രോമിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സ് ഉള്ളത്, അത്യാവശ്യം ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു റൈറ്റിങ്സ് ഉള്ളത് നോക്കി സെലക്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാണ്. നമുക്ക് എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇൻട്രസ്റ്റ് ആപ്ലിക്കേഷനിൽ നിന്നാണെങ്കിൽ റൈറ്റ് സൈഡിലെ 3 ഡോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഓപ്ഷൻ വരും. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഗാലറിയിൽ വന്ന് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അതായത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കിട്ടാനാണ് കേട്ടോ. പിന്നെ കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്റ്റിക്കർ എന്നുള്ളത് വീണ്ടും സെലക്ട് ചെയ്യുക. പിന്നെ ഒരു ഐക്കൺ ഉണ്ടാവും പിക്ചേഴ്സിൻ്റെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗാലറി ഓപ്പൺ ആവും. അതിനകത്ത് നിന്ന് നമ്മൾ ഏതാണോ ക്രോപ്പ് ചെയ്ത് വെച്ചത് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇതേപോലെ കട്ടായി കിട്ടും. എന്നിട്ട് ജസ്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെച്ചാൽ മതി. എനിക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് ഈ ക്യാപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എൻഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഫുള്ളായിട്ട് ക്യാപ്ഷൻ ഇങ്ങനെ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പിങ്സിൽ മാത്രം മതിയെങ്കിൽ അതിനകത്ത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപ്ഷൻസ് ആഡ് ചെയ്യാറുള്ളത്. ഇതിലും സിമ്പിൾ മെത്തേഡ് ഉണ്ടാകും. എന്തായാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ.